കർത്താവിൽ അനുഗ്രഹീതരെ, ഇന്ന് നോമ്പ് കഴിഞ്ഞ് പാതിയാവുന്നു. 50 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ ഇന്ന് പകുതി പൂർത്തീകരിച്ച് ബാക്കി പകുതിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സന്ദർഭം കുരിശ് നാട്ടപ്പെടുകയാണ്. ഗോകുൽഥായിൽ നാട്ടപ്പെടുന്നു. ഗോകുൽഥ പ്രതിനിധീകരിക്കുന്നത് ഭൂലോകത്തിൻ്റെ നെറുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് ലോകം മുഴുവനും നോക്കേണ്ടതുണ്ട്. ആയതിനാൽ ക്രൂശ് ഈ നോമ്പിൻ്റെ പകുതിയിൽ നാട്ടപ്പെടുന്നു. രണ്ടാമത് ഈ ദേവാലയത്തിൻ്റെ മധ്യേ നാട്ടപ്പെടുകയാണ്. ദൈവജനം ക്രൂശിങ്കിലേക്ക് നോക്കണം, ക്രൂശിതനായവനിൽ നിന്ന് പഠിക്കണം. മൂന്നാമത് ഈ ക്രൂശ് നമ്മളുടെ ജീവിതത്തിൻ്റെ ജീവന്റെ കേന്ദ്രമായ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടണം. ഭൂലോകത്തിൻ്റെ മധ്യേ, ദൈവജനത്തിൻ്റെ മധ്യേ നമ്മളുടെ ആളാമ്പ്രതിയുള്ള ഓരോരുത്തരുടെയും ജീവന്റെ കേന്ദ്രസ്ഥാനത്ത് ഈ കുരിശ് പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ഈ ക്രൂശ് പ്രതിനിധാനം ചെയ്യുന്നത്, അടയാളമായി നമ്മളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് 2-3 പ്രമാണങ്ങൾ നമുക്ക് ഉപദേശിച്ചു തന്നുകൊണ്ടാണ്. ജീവിതം ക്രൂശിലാണ് സാർത്ഥകമായി തീരുന്നത്. ക്രൂശ് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. സ്നേഹമാണ് കുരിശ്. എവിടെ നിർമ്മലമായ സേവനവും പരിത്യാഗവും ഉണ്ടോ, അവിടെ മാത്രമേ ആഴമുള്ള, എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന സ്നേഹം നാം വിടുകയുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലേക്ക് നോക്കി സ്നേഹത്തിൻ്റെ പാഠം പഠിക്കണം. സ്നേഹം പരിത്യാഗത്തിലും സേവനത്തിലുമാണ് പരിപൂർത്തിയാവുന്നതെന്നുള്ള പാഠം നമ്മൾ സ്വാംശീകരിക്കേണ്ടതുണ്ട്. ഈ ദിവസം, ഇന്ന് നമ്മൾ ഈ കുരിശ് സ്ഥാപിക്കുന്നതോടുകൂടെ നമ്മളുടെ ശ്രദ്ധ മുഴുവനായും ക്രൂശിൽ കേന്ദ്രീകൃതമാവണം. നാനാകീർണമായി പോകുവാൻ സാധ്യതയുള്ള ഒത്തിരി ആകർഷണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വശംവദരായി നമ്മളുടെ മനസ്സും നമ്മളുടെ ശ്രദ്ധയും വികേന്ദ്രീകരിക്കപ്പെടുവാനും അലഞ്ഞു പോകുവാനുമുള്ള സാധ്യതയുള്ള ഈ സമകാല ലോക സാഹചര്യത്തിൽ നമ്മളുടെ ജീവൻ, നമ്മളുടെ ജീവിത ലക്ഷ്യം, നമ്മളുടെ ദിശാബോധം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്കാവണം എന്ന് സഭ നമ്മോട് ആവശ്യപ്പെടുന്നു. എവിടെയാണോ ദിശാബോധം നേരെയാവുന്നത്, അവിടെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടും. അവിടേക്ക് നമ്മൾ നീങ്ങിത്തുടങ്ങുമ്പോൾ നമ്മളുടെ ജീവിതം അർത്ഥപൂർണമായി തീരും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കി നമ്മളുടെ നോമ്പാകുന്ന ഈ യാത്ര തുടരുവാൻ സഭ നമ്മോട് ആവശ്യപ്പെടുന്നു. ഇത് ചെന്നെത്തി നിൽക്കുന്നത് വലിയ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മളുടെ നടുവിൽ നിൽക്കുന്ന ക്രൂശിതനായ യേശുക്രിസ്തുവിങ്കൽ ആണ് ഒരു വശത്ത് പൂർത്തീകരിക്കപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ പരിപൂർണത പുനരുത്ഥാനത്തിലാണ് പൂർത്തീകരിക്കപ്പെടുന്നതെന്നും നമ്മൾ അറിയുന്നു. ക്രൂശിതനായ യേശുക്രിസ്തു, മരണത്തെ ജയിച്ച് പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിങ്കിലേക്ക് ചെന്നെത്തുവോളം നമ്മൾ ക്രൂശിങ്കിലേക്ക് നോക്കി ഈ നോമ്പിൻ്റെ യാത്ര തുടരുകയാണ്. ഏറെ പ്രാർത്ഥനയിൽ, ഏറെ വേദവായനയിൽ, നോമ്പും ഉപവാസവും വർജനവും വ്രതനിഷ്ഠയോടെ ആചരിച്ചുകൊണ്ട് ഈ ഓട്ടം നമുക്ക് പൂർത്തീകരിപ്പാൻ കർത്താവിനോട് ബലം ആവശ്യപ്പെടാം, കൃപയാചിക്കാം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലേക്ക് നോക്കി, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുമ്പോൾ അവർ ഉപദ്രവിക്കപ്പെട്ടു, അവർ ശിക്ഷിക്കപ്പെട്ടു.
ദംശത്തിൻ്റെ ഫലമായി അവർ ദുരിതം അനുഭവിക്കേണ്ടി വന്നു. അനുസരണക്കേട് കൊണ്ടാണ്, നിഗളം കൊണ്ടാണ്, വഴി നടത്തിയവനായ ദൈവത്തെ മറന്നുപോയതുകൊണ്ടാണ്. അപ്പോൾ താമ്രസർപ്പത്തെ അവരുടെ മധ്യേ നാട്ടുവാൻ ആവശ്യപ്പെടുന്നു ദൈവം തമ്പുരാൻ. അങ്ങനെ നാട്ടപ്പെട്ട ആ താമ്രസർപ്പത്തെ നോക്കിയവർ ബാധയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയായി, സർപ്പദംശനത്തിൽ നിന്ന് വിമോചിതരാവുകയായി, പീഡകളിൽ നിന്ന് മുക്തരാവുകയായി. നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിലും ദൈവതിരുസന്നിധിയിൽ നമുക്ക് മുക്തി ലഭിക്കുവാൻ, രോഗശാന്തി പ്രാപിപ്പാൻ, പ്രലോഭനങ്ങൾ വിജയം നേടുവാൻ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകും. 34-ാം സങ്കീർത്തനം 5-ാം വാക്യമാണ് ഉദ്ധരിച്ചത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമ്മൾ ലജ്ജിച്ചു പോകാതിരിപ്പാൻ തക്കവണ്ണം യേശുക്രിസ്തുവിലേക്ക് നോക്കുവാനും അവൻ്റെ ക്രൂശിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്ന് തിരിച്ചറിയുവാനും നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഓട്ടവും നല്ല ദിശാബോധത്തോടുകൂടെ യേശുക്രിസ്തുവിലേക്ക് ചെന്നു ചേരുന്ന, ക്രൂശിതനിലേക്ക്, മരണത്തെ ജയിച്ച പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിലേക്ക് ചെന്നെത്തുവോളം ഈ യാത്ര നമുക്ക് തുടരാം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ക്രൂശിൽ നമ്മളുടെ നോട്ടവും നമ്മളുടെ ദർശനവും പതിപ്പിച്ചുകൊണ്ട് ലജ്ജിച്ചു പോകാതെ വണ്ണം അവൻ നമുക്ക് അനുഗ്രഹങ്ങൾ തന്നെ നമ്മളെ കരം പിടിച്ച് നടത്തുമാറാക്കും. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.